മോഹൻലാൽ എന്തിനാണ് എമ്പുരാൻ പോലെ ഇത്ര റിസ്കി ആയിട്ടുള്ള ഇത്ര ഹൈ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് തൻ്റെ 65ാമത്തെ വയസ്സിൽ ചെയ്യുന്നത്? ഉത്തരം സിമ്പിളാണ്, അദ്ദേഹത്തിൻ്റെ പാഷൻ. അഥവാ ഈ പ്രോജക്റ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ പോലും മോഹൻലാൽ എന്നുള്ള വ്യക്തിയെ ഇത് അധികം ബാധിക്കത്തൊന്നുമില്ല. കാരണം പുള്ളിക്കാരൻ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. മോഹൻലാലിൻ്റെ യഥാർത്ഥ അസറ്റ് എന്ന് പറയുന്നത് മോഹൻലാൽ എന്നുള്ള ബ്രാൻഡാണ്. അത് കഴിഞ്ഞ 40 വർഷമായിട്ട് മോഹൻലാൽ എന്നുള്ള വ്യക്തി ഇൻവെസ്റ്റ് ചെയ്ത സമയത്തിൻ്റെയും എനർജിയുടെയും ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന് ഇതുപോലുള്ള ഹൈ റിസ്ക് എടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന് പേഴ്സണലായിട്ടൊന്നും ബാധിക്കത്തില്ല. അടുത്ത സിനിമകൾ കൊണ്ട് അദ്ദേഹത്തിന് മേക്കപ്പ് ചെയ്യാൻ പറ്റും. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് മോഹൻലാൽ എന്നുള്ള ബ്രാൻഡ്. ഇനി നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു പേഴ്സണൽ ബ്രാൻഡ് നമുക്ക് ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ഒരു അൾട്രാ റിച്ച് ആകണമെന്നോ ഇല്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൾക്കാരോട് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു 30 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കും അങ്ങോട്ട് ദഹിക്കത്തില്ല. അതിനു വേണ്ടിയുള്ള എഫേർട്ട് എടുക്കാൻ ആൾക്കാർക്ക് മടിയാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ റിച്ച് ആകുകയും വേണം. നമ്മുടെ ലൈഫിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൊണ്ടുവരിക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആവുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പണി എടുത്തേ പറ്റത്തുള്ളൂ. അതിൻ്റെ പണി എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക റൈറ്റ് പ്രോഡക്റ്റിനകത്ത്.